കേട്ടോ കാവടി കേട്ടോ. ഇത് പാൽക്കാവടിയല്ല, ഇത് വേൽക്കാവടി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അഗ്നിക്കാവടി പത്താമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു അനിയനാണ് കേട്ടോ, അക്കു ആണ്. അപ്പോൾ ഞങ്ങൾ യാദൃച്ഛികമായിട്ടാണ് അവിടെ വെച്ച് കണ്ടത് അക്കുവിനെ കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇതിൽ മ്യൂസിക്കൊന്നും കേൾപ്പിക്കാത്തതാണ്. കാരണം നമുക്ക് എപ്പോഴും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊന്നും കേൾക്കാത്തത് കേട്ടോ. ഗായ്സ്, അങ്ങനെ കാവടി ഞങ്ങളുടെ തിരുവല്ലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടി മുമ്പിലോട്ട് പോയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വരാൻ വേണ്ടി ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ ജംഗ്ഷനിലെത്തി, തിരുവല്ലം ജംഗ്ഷനിലെത്തി കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ അവൻ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങൾ വരുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഞങ്ങളില്ല, ഞങ്ങളിവിടെ വെച്ച് അങ്ങ് വീട്ടിൽ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പം ടാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. DJ എല്ലാം ആയിരുന്നു, സൂപ്പറായിരുന്നു. എന്താ പറയണ്ടേ, ഒരു പ്രത്യേക വൈബ്. ഈ കാണുന്നൊരു ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും ബാൻഡ് അടിക്കുന്ന സൗണ്ടെല്ലാം കേൾക്കാൻ പറ്റും. പിന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഒരു പാട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒന്നും നമുക്കിതിൽ ചേർക്കാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ ഇത് മഹാദേവനാണ്, ദേവന്മാരുടെ ദേവൻ മഹാദേവൻ. പിന്നെ ഇത് ഗണപതി, വിഘ്നേശ്വരൻ. പിന്നെ ഇത് ഭദ്രകാളി ദേവിയാണ് കേട്ടോ, ദേവി. പിന്നെ മുരുകൻ. ഈ 4 ഫ്ലോട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ എന്താ പറയണ്ടേ, നമ്മുടെ ഇതിൻ്റെ കേരള കലാരൂപമായ കഥകളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഥകളിയുടെ ഒരു ഉണ്ടല്ലേ, ഈ കാണുന്ന ഒരിതുണ്ടായിരുന്നു, ഒരു 3-4 കേട്ടോ. തെയ്യം, കഥകളി. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഫ്ലോട്ടുകളൊക്കെ. ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു. ഗൈസ്, എനിക്കിത് തോന്നുന്നത് പറവക്കാവടിയാണെന്നാണ് തോന്നുന്നത്. ആണെങ്കിലും അല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഗൈസ്, എനിക്ക് തോന്നുന്നത് വേൽക്കാവടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. വേലൊക്കെ കുത്തിയിട്ടുള്ള കാവടിയാണ്. ഞാൻ ഇനിയിപ്പോൾ പറയുന്ന കാവടി അല്ലെങ്കിലോ എന്നുള്ള ഒരു പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടണോ വേണ്ടേ. പക്ഷേ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്തിരിക്കാനും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഏകദേശം ഒരു 7-8 ദിവസം വരെ ആയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോസ് എടുത്തിട്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു അനിയനാണ് കേട്ടോ, അക്കു ആണ്. അപ്പോൾ അക്കുവിനെ ഞങ്ങൾ യാദൃച്ഛികമായിട്ട് അവിടെ വെച്ച് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അവന് കാവടിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവനിതാ വെള്ളമൊക്കെ കൊടുത്തു. അപ്പം ഞാനും നീനും കൂടെയാണ് കേട്ടോ കാവടി കാണാൻ പോയത്. അപ്പോൾ ഈ കാവടി അന്നാണ്, അതായത് 3-ാം തീയതിയാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ 3-ാം തീയതിയാണ് ഉത്സവം കൊടി കയറിയ സമയത്താണ് ഇങ്ങനെ കാവടി, അതായത് പറവക്കാവടിയും വേൽക്കാവടിയൊക്കെ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്ത് തന്നെ നിന്ന് കാണാൻ പറ്റും. റോഡ് മാർഗ്ഗമാണ് കേട്ടോ പോകുന്നത്, നടന്നാണ് പോകുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാവടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഓരോരോ സ്ഥലത്തുള്ള ആൾക്കാർ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് നിന്ന് കാണാൻ കണക്കിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ കാവടിയൊക്കെ കാണാൻ പോകാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗൈസ്, റോഡ് സൈഡുകളിലൊക്കെ ഒരുപാട് തട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച് തട്ടമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതായി കാണുന്നതൊക്കെയാണ് കേട്ടോ കാവടി. അപ്പോൾ നല്ല രീതിയിൽ വെട്ടവും കാര്യങ്ങളും ഒക്കെ ഇല്ലാത്തതുകൊണ്ടാണ് DJ, അതിൻ്റെ ഇടയ്ക്ക് DJയും ഒക്കെയാണ്. അപ്പോൾ ഞാൻ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വോയിസ് ഒന്നും കേൾക്കാൻ പറ്റാത്തത് കേട്ടോ. കഴിഞ്ഞ വർഷം ഇട്ട വീഡിയോസിൽ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അതായത് വെറുതെ എഡിറ്റ് ചെയ്തിട്ട് ഈ സോങ് ഒന്നും കട്ട് ചെയ്യാതെയാണ് അങ്ങ് ഇട്ടത്. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഏകദേശം 8 ദിവസത്തിലപ്പുറം ആയി കേട്ടോ. ഇനി 2 ദിവസം കൂടെ ഉള്ളു. അപ്പോൾ 10-ൻ്റെ അന്ന് എന്തോണം കാവടി കാണാൻ പറ്റുമെങ്കിൽ പോവും ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാനും നീനും അക്കുവിൻ്റെ മോനാണ് കേട്ടോ. ഇത് പേരെനിക്ക് മറന്നുപോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ കേട്ടോ, ഞങ്ങൾ അവിടെ ഇങ്ങനെ നടന്ന് കാവടിയൊക്കെ കണ്ട് കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് തിരുവല്ലം ജംഗ്ഷനിൽ നമുക്ക് വരണവർക്ക്, അതായത് ഈ കാവടിയുടെ കൂട്ടത്തിൽ വരണവർക്കും കാണാൻ വരണവർക്കും എല്ലാം വെള്ളം കുടിക്കേണ്ട സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡ്രിങ്ക്സ്, പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തൻ, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ അവിടെ നമുക്കിങ്ങനെ ഒരു തട്ടമൊക്കെ വെച്ചിട്ട് നമുക്കതിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കുടിക്കുകയും തണ്ണിമത്തനൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ വെള്ളം, ദാഹജലമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.